കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ രാത്രി വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 96ാമത് ജനറൽ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി ഈ രാത്രി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ദൈവസഭയുടെ ആദരണീയനായ സ്റ്റേറ്റ് ഓവർസിയർ റവറൻഡ് സി തോമസ് സാർ, അതുപോലെ പാസ്റ്റർ വൈ റെജി, പാസ്റ്റർ ജെ ജോസഫ് അവറുകൾ, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, വിശേഷിച്ച് പി സി നാക്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കർത്തൃദാസന്മാർ, കുഞ്ഞുപി പാസ്റ്റർ ഉൾപ്പെടെ, പി ജി മാത്യു സാർ ഉൾപ്പെടെയുള്ള സീനിയർ പാസ്റ്റേഴ്സ്, കർത്തൃദാസന്മാർ, വിശേഷിച്ച് ഇന്നത്തെ യോഗാധ്യക്ഷൻ പാസ്റ്റർ ടി എം തോമസ് ഊട്ടി അവറുകൾ, ടി എം മാമച്ചൻ അവറുകൾ, എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും സമയം കളയാതെ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശേഷിച്ച് ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊട്ടാരക്കര ഗ്രേസ് സിറ്റി ചർച്ച് ഓഫ് ഗോഡിന്റെ അഭിവാജ്യ ഘടകമായ മോസസ് ഈ വേദിയിൽ ഇന്ന് രാത്രിയിലുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം അവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്തൃസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. കരങ്ങൾ ഉയർത്തി പാടിക്കുക. പഠിക്കട്ടെ. ഒരുമിച്ച് ഒരിക്കൽ കൂടെ എല്ലാവരും പാടുക. അവനാർക്കും കടക്കാരനല്ല. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെ പോലാരാധ്യനില്ല. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. എല്ലാവരും ചേർന്ന് അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അന്തരീക്ഷം മുഴുവൻ അവിടുത്തെ മഹത്വം നിറയുന്നതിനാൽ, ഈ അന്തരീക്ഷം മുഴുവൻ അവിടുത്തെ മഹത്വം നിറയുന്നതിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുമിച്ച് ജനപാടിയാട്ടെ. ശതമുയർത്തി കരങ്ങൾ തട്ടിച്ചിട മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ രാത്രി ആത്മമണ്ഡലം നമ്മുടെ നടുവിൽ തുറന്നു വരട്ടെ. ദുരാത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കീഴടങ്ങപ്പെടട്ടെ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കട്ടെ. കൃപയുടെ വചനത്തിന്റെ സാക്ഷ്യം പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് 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 ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, അന്ധകാര മേഖലകൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ അന്തരീക്ഷം മുഴുവൻ
ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ പന്തല്, ഇതിന്റെ പരിസരം, ഇതിന്റെ മീതെ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായി 1000 ദൂതന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ആത്മാവിൽ പോരാടി ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ യോഗത്തിന്റെ അവസാനത്തെ രാത്രി ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ. ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഈ വേദിയിൽ എല്ലായിടത്തും ഒരുപോലെ ദൈവ സാന്നിധ്യം. അലക്ഷ്യമാകരുത്, കണ്ണുകൾ തുറന്നിരിക്കരുത്, കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുക. ഈ രാത്രി കർത്താവിന്റെ അസാധാരണമായ മഹത്വം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരികയാണ്. ഈ രാത്രി കരം നീട്ടി കർത്താവിനെ ഒന്ന് തൊടാതെ ഒരൊറ്റ വ്യക്തി പോലും ഇവിടുന്ന് ഇറങ്ങി പോകുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവ സാന്നിധ്യം ചിലരെ പിടിച്ച് നിറയ്ക്കുവാൻ, ദൈവ സാന്നിധ്യം ചിലരെ നിറയ്ക്കുവാൻ ഈ രാത്രി ഇടവരട്ടെ. ഒരുമിച്ച് രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി ഈ രാത്രിയിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് നൽകിയ അവസരങ്ങൾക്ക് സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്ക്, തികഞ്ഞ വരങ്ങൾക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി വചനത്തെ നൽകണമേ. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്നതുപോലെ ഇന്ന് രാത്രി വചനവുമായി നിൽക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. വലിയത് ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന് സാക്ഷ്യം നിൽക്കണമേ. ഈ രാത്രി സ്വർഗം ഇടപെടും. അവിടുത്തെ നിറവിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി അത്യുച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് വേഗം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇതുവരെ നമ്മൾ തുടർമാനമായി കേട്ടുവരികയായിരുന്നു. വായിക്കേണ്ട കാര്യം തന്നെയില്ല, ബൈബിളിൽ നോക്കാതെ നമുക്ക് പറയുവാൻ കഴിയും. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിൽ എന്ന് പറഞ്ഞാട്ടെ. ആകയാൽ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ എന്ന് പറഞ്ഞാട്ടെ. ആകയാൽ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ നാം അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 4 പേരെങ്കിലും കൊലോസ്യ ലേഖനത്തിന്റെ സകല ചരിത്ര പശ്ചാത്തലവും ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ ഈ വേദിയിൽ ആവർത്തിച്ചതും കൊണ്ട് കൊലോസ്യ ലേഖനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് ആമുഖമായി ഒന്നും തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധന്യനായ പൗലോസ്ലീഗയുടെ ഈടുറ്റ തികവുറ്റ കിടയറ്റ ദൈവശാസ്ത്ര ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ 3 ലേഖനങ്ങളാണ്. 1 എഫേസ്യ ലേഖനം, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസ്യ ലേഖനം. അതിൽ കൊലോസ്യ ലേഖനം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ പരിപൂർണതയും പര്യാപ്തതയും കൃത്യമായി വ്യാഖ്യാനിക്കുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണ്. അതുമാത്രമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ ആശയങ്ങളുടെ അതിസുന്ദരമായ ക്രോഡീകരണമാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണെന്ന്, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവൻ സകലവും സൃഷ്ടിച്ചുവെന്ന്, സഭയോടുള്ള ബന്ധത്തിൽ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാണെന്ന്, ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ സമാധാനം ഉണ്ടാക്കിയെന്ന്, പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതനാണെന്ന്, പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ അവൻ മുഖാന്തരം സകലത്തെയും ദൈവത്തോട് നിരപ്പിച്ചുവെന്ന്, പക്ഷപാതത്തോടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്ന്, വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു എന്ന ദൈവ മർമ്മമാണെന്ന്, അധികാരത്തോടുള്ള ബന്ധത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അവൻ തലയാണെന്ന്, രക്ഷണ്യ വേലയോടുള്ള ബന്ധത്തിൽ ക്രിസ്തു സകലരെയും ഒന്നാക്കിയെന്ന് പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ സമർത്ഥിക്കുകയാണ്. ഈ കൂട്ടത്തിൽ അതിഗഹനമായ അതിഗംഭീരമായ ഒരു തീമാണ് നമ്മുടെ കൺവെൻഷനിലുള്ളത്. ഈ വാക്യത്തിന് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. അതിൽ 1-ാമത്തെ ഭാഗം വളരെ ചെറുതായിട്ടും 2-ാം ഭാഗം അല്പം വിശാലമായും പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാമത്തെ ഭാഗം ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, 2-ാമത്തെ ഭാഗം അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നുള്ളതാണ്. അതിൽ 1-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ക്രിസ്തു
ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. സത്യത്തിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചതുപോലെ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ഏതാനും സത്യങ്ങൾ മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എങ്ങനെയൊക്കെ സ്വീകരിച്ചു? രണ്ടു വിധത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, വീണ്ടെടുപ്പ് വേലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. രണ്ട്, സ്തോത്രം, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടെടുപ്പ് വേലയോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനായും ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കർത്താവായും സ്വീകരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് സ്വീകരിച്ചത്? കൊലോസ്യലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ 3 വിധത്തിലാണ് നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത്. ഒന്ന്, 16-ാമത്തെ വാക്യം പറയുകയാണ്, യഥാർത്ഥമായി കേട്ട് അറിഞ്ഞു. 2, അതിൽ യോഗ്യമാമണ്ണം നടന്നു. 3, അവിടുത്തെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ എങ്ങനെയാണ് കൈക്കൊണ്ടത്? 3 പദങ്ങൾ ഓർത്തു വെച്ചോണം. 1, കേട്ടറിഞ്ഞു. 2, അറിഞ്ഞതിൽ നടന്നു. 3, നടന്നതിൽ വളർന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ ആ 3 പദങ്ങളൊന്ന് പറയാമെങ്കിൽ പറഞ്ഞാട്ടെ. 1, കേട്ടു. 2, നടന്നു. 3, വളർന്നു. ഒന്നിച്ചൊന്ന് പറഞ്ഞാട്ടെ ഈ സദസ് മുഴുവൻ. 1, കേട്ടു. 2, നടന്നു. 3, വളർന്നു. ഞങ്ങൾ കേൾക്കുകയായിരുന്നു, ഞങ്ങൾ കേട്ടിട്ട് അറിയുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങൾ യേശുവിലേക്ക് വന്നതല്ല. യേശുവിനെ ഞങ്ങൾ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞു. അറിഞ്ഞ സത്യത്തിൽ ഞങ്ങൾ നടന്നു. നടന്നതിനകത്ത് ഞങ്ങൾ വളർന്നു. ഇവയാണ് ഈ ക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്നുള്ള ആശയത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. അതവിടെ ഞാൻ അവസാനിപ്പിക്കുക. അനന്തര ചിന്തയിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ തീം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ള കൂട്ടായ്മയിൽ നടക്കുക. വാസ്തവത്തിൽ ഈ കൂട്ടായ്മ എന്ന പദത്തെ നമുക്ക് എങ്ങനെയൊക്കെ വിശകലനം ചെയ്യുവാൻ കഴിയും. ഈ കൂട്ടായ്മ എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം ആ കൂട്ടായ്മയിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. ഇതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എന്നെ വീക്ഷിക്കണം. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് കൂട്ടായ്മ? ഈ കൂട്ടായ്മയ്ക്ക് പഴയ നിയമം എന്തർത്ഥം പറയുന്നു, പുതിയ നിയമം എന്തർത്ഥം പറയുന്നു? ഞാൻ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളെ വായിച്ചു നോക്കിയപ്പോൾ, ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 39 പുസ്തകങ്ങളിൽ ഒരിടത്ത് പോലും കൂട്ടായ്മ എന്ന പദം എഴുതിയിട്ടില്ല. എന്നാൽ കൂട്ടായ്മ എന്ന ആശയത്തെ കൊണ്ടുവരുന്ന പല പദങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ കാണുവാനിടയായി. അതിലൊന്നാണ് സഹിത്വം. അതാണ് 25-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, സഹിത്വം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. എന്താണ് സഹിത്വം? എന്താണ് സഹിത്വം? ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ സൗഹൃദം എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ സൗഹൃദം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അതിന് തത്തുല്യമായ വേറൊരു പദം സദൃശ്യവാക്യത്തിൽ കിടപ്പുണ്ട്. അത് സഖ്യത എന്നാണ്. അപ്പം പുതിയ നിയമത്തിൽ ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ പദം പഴയ നിയമത്തിലില്ല. പഴയ നിയമത്തിലുള്ളത് 1 സഹിത്വം, 2 ഈ സഖ്യത. സത്യത്തിൽ ഈ സഹിത്വത്തിലൂടെയാണ് പലരുടെയും ലെവല് മാറിയത്, പലരുടെയും പേര് മാറിയത്. എന്ന് പറയുമ്പോൾ അബ്രഹാം എന്റെ സ്നേഹിതൻ എന്ന് വിളിക്കാനുള്ള കാരണം ഈ സൗഹൃദമാണ്, ഈ സഹിത്വമാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിക്കാനുണ്ടായ കാരണം ഈ സൗഹൃദമാണ്, ഈ സഹിത്വമാണ്. ഇനിയും ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടെത്തി എന്ന് പറയാനുള്ള ആ കാരണം എന്താണ്? സഹിത്വമാണ്. എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്താണ്? സഹിത്വമാണ്. ഈ സഹിത്വമാണ് പലരുടെയും ലെവല് മാറിയിട്ടുള്ളത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഏതാണ്ട് 40 പ്രസംഗങ്ങൾ ഈ വേദിയിൽ ഈ വിഷയത്തെ അധികരിച്ച് ഇപ്പോൾ നടന്നിട്ടുണ്ട്.
തിങ്കളാഴ്ച 2 പ്രസംഗങ്ങൾ, ബാക്കി ഓരോ ദിവസവും 9 പ്രസംഗങ്ങൾ വീതം. ഓരോ സെഷനിലും 2 പ്രസംഗങ്ങൾ വെച്ച് സ്തോത്രം 9 പ്രസംഗങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 40 പ്രസംഗങ്ങൾ ഇവിടെ മുഴങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പ്രസംഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഞങ്ങളെല്ലാം കൂടി കൂട്ടായ്മ 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 സഹിതം കൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞാലും നടക്കാൻ പറ്റുകയില്ല. അതിനൊരു തിയറിറ്റിക്കൽ സൈഡ് ഉണ്ട്, അതിനൊരു പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. ഇന്ന് രാത്രി തിയറിയും കേൾക്കണം, അതിന്റെ പ്രാക്ടിക്കൽ സൈഡും കേൾക്കണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ. കേട്ടാ പോരാ, നടക്കണം. അവിടെയാ പേര് മാറുന്നത്. എന്റെ സ്നേഹിതൻ, ഏറ്റവും പ്രിയ പുരുഷൻ, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ രാത്രി ചിലരെയൊക്കെ നോക്കി അങ്ങനെ വിളിക്കാൻ പോവുകയാണ് കർത്താവ്. ഓ ജീസസ്. പ്രിയപ്പെട്ടവർ, ഇത് കേവല ആരവാരവത്തിൽ നടക്കുന്നതല്ല, അത് തികഞ്ഞ സൗഹൃദത്തിനകത്ത് നടക്കുന്നതാണ്. ഇതാണ് പഴയ നിയമം പറയുന്നത്. എനിക്ക് പഴയ നിയമത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ വിവരിക്കേണ്ടതുണ്ട്, പുറകാലെ വരികയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കൂട്ടായ്മ എന്നുള്ളതിന് കൊയ്നോനിയ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുതിയ നിയമത്തിൽ ഈ കൊയ്നോനിയ, കൂട്ടായ്മ എന്ന പദം ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആശയ വൈപുല്യമുള്ള ഒരു പുതിയ നിയമ പദമായത്. എന്താണ് അതിന്റെ അർത്ഥം? കൂടിച്ചേർന്നിരിക്കുക എന്നാണ്. ക്രിസ്തുവേശുവിലെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, വാ തുറന്ന് പറഞ്ഞാട്ടെ, ഒരുമിച്ച് പറഞ്ഞാട്ടെ, എന്താണ്? ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? കൂടിച്ചേർന്ന് ഇരിക്കുക. ആരുമായി? കർത്താവുമായി. ഞാൻ ഈ കൂട്ടായ്മയെ ശരിക്കും പഠിച്ചപ്പോൾ 2 ടൈപ്പ് കൂട്ടായ്മയാണ് പുതിയ നിയമം പറയുന്നത്. ഒന്ന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, 2 സഹവിശ്വാസിയുമായിട്ടുള്ള കൂട്ടായ്മ. കൂട്ടായ്മ ശരിക്കും സഫലമാകണമെങ്കിൽ ഇത് രണ്ടും വേണം. ദൈവത്തോടും വേണം, മനുഷ്യനോടും വേണം. ഒന്ന് വെർട്ടിക്കലാണ്, മറ്റൊന്ന് ഹൊറിസോണ്ടലാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് കൂട്ടായ്മ പ്രയോജനപ്പെടുന്നത്, ഫലകരമാകുന്നത്, അല്ലെങ്കിൽ സഫലമാകുന്നത്. നമ്മുടെ വിഷയം സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ വിഷയം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ശരിക്കും ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ത്രിത്വ കൂട്ടായ്മയാണ്. കൂട്ടായ്മയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പിതാവിനോടുള്ള കൂട്ടായ്മ, 2 പുത്രനോടുള്ള കൂട്ടായ്മ, 3 പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. ഇത് 3ഉം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിതാവിനോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 1-3 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പൊ പിതാവിനോട് നമുക്ക് കൂട്ടായ്മ ഉണ്ട്. അതാ ത്രിത്വ കൂട്ടായ്മ എന്ന് പറഞ്ഞ്, പിതാവിനോട് കൂട്ടായ്മ. ഇനി 1 കൊരിന്ത്യർ ലേഖനം 1-9 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പൊ പുത്രനോട് കൂട്ടായ്മയുണ്ട്. ഇനി നമ്മൾ മറക്കാത്ത ഒരു കൂട്ടായ്മയാണ്, കാരണം അത് ആശീർവാദത്തിൽ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അപ്പൊ പിതാവിനോട് കൂട്ടായ്മ, പുത്രനോട് കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂടി ചേർന്ന് ഇരിക്കുക. അതാണ് കൊയ്നോനിയ. ഇതെല്ലാം കൂടെ ചേർത്ത് യേശു പറഞ്ഞിട്ടുണ്ട്. അതാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14 വാക്യത്തിൽ സ്തോത്രം യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ വരും. ഓ ജീസസ്. ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ആരാധന യോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നതല്ല. നമ്മൾ അതിനൊക്കെയാ കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ ശരിക്കും അതിനൊത്തിരി അപ്പുറത്താ. ശരിക്കും കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് വരുന്നത് ഇന്റിമസിയാ, കൂടിച്ചേർന്നിരിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ഒരു സമൂഹത്തെ
കർത്താവിന് ഈ കൺവെൻഷന്റെ അവസാനത്തെ രാത്രിയിൽ വേണം. ഈ രാത്രി എത്ര പേർ പറയും, എന്റെ ദൈവമേ, എനിക്ക് അങ്ങയുമായിട്ടുള്ള ഇങ്ങനൊരു കൂട്ടായ്മ വേണം? എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയുന്നവർ മൗനമായി ഇരിക്കാതെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനോടൊന്ന് പറ, എനിക്ക് ആ കൂട്ടായ്മ വേണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം അധ്യായത്തെ ശരിക്കും നമ്മൾ സൂക്ഷിച്ച് വായിച്ച് പഠിച്ചാൽ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരും. എന്നിട്ട് പറയാ, ഇപ്പൊ ഞങ്ങളും വരും. ആര്? പിതാവും പുത്രനും. പരിശുദ്ധാത്മാവ് ഓൾറെഡി നിങ്ങളിൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന ഇടത്തേക്ക് ഞങ്ങളും വരും, പിതാവും പുത്രനും. മൈ ഗാഡ്, അതാണ് ശരിക്കും ഫെലോഷിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വ ദൈവം ഇറങ്ങി വരികയാണ്. ഇതാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത് വസിക്കുമെന്ന്. ശരിക്കും അതാ വസിക്കുക, വസിക്കുക. നമ്മൾ ഈ നടക്കുക 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 എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. മിക്കവാറും നാളെ ആരാധന കഴിഞ്ഞ് അവിടുന്ന് പൊതി മേടിച്ച് നമ്മൾ അങ്ങ് നടന്നു പോകത്തേ ഉള്ളൂ. വല്ലോ നടക്കണമെങ്കിൽ ഈ ഇന്റിമസിക്കകത്തേക്ക് വരണം. വേറെ മാർഗമൊന്നുമില്ല. കേൾക്കുന്നവർക്കായി സ്തോത്രം, കേൾക്കുന്നവർക്കായി സ്തോത്രം, കേൾക്കുന്നവർക്കായി സ്തോത്രം. അപ്പൊ ശരിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു വന്ന് വസിക്കുക. വസിക്കുന്നു എന്ന് പറയുന്നത് സ്ഥിരമായി വസിക്കുക. മെനോ എന്ന പദം അതിന് ഉപയോഗിച്ചിരിക്കുന്നത് പാർക്കുക, തുടർമാനമായി വസിക്കുക. ജീസസ്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ദ്രവ്മയെ തിരിച്ചെടുക്കാം. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊണ്ടുവരാം. നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ മുന്തിരിവള്ളിയിൽ നിൽക്കുന്ന കൊമ്പ് മുറിഞ്ഞു പോയ അതിനെ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുകയില്ല. ഞാനൊരു പൂവെടുക്കുക, ഒരു പച്ച ചെടിയുടെ ഭാഗമാണ് ഇതതിന്റെ ചെടിയുടെ ബാക്കി ഭാഗമാണ്. ചിന്തിച്ചോ, ഞാൻ ഇതിനെ മുറിച്ചു. തിങ്കളാഴ്ച മുറിച്ചതാണ്. ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു. ഞായറാഴ്ച കൊണ്ടുവന്ന് ഒട്ടിക്കാൻ പറ്റുമോ? പറ, പറ്റുമോ? ഇല്ലെന്നേ, ഇല്ല. ഇളയ പുത്രനെ അപ്പാ എന്ന് വിളിച്ച് തിരിച്ചു വരാം. ആടിനെ തേടിപ്പിടിച്ചു കൊണ്ടുവരാം. ദ്രവ്മയെ അന്വേഷിച്ച് കണ്ടെത്താം. പക്ഷെ ബലം കായ്ക്കേണ്ട കൊമ്പ് നീ മുന്തിരിവള്ളിയിൽ നിന്ന് മുറിഞ്ഞു പോയാൽ നിന്നെ ചേർക്കാൻ പറ്റുകയില്ല. ഓ ജീസസ്, ജീസസ്. ഈ രാത്രി ഒരു അസാധാരണ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് തരികയാണ്. മുറിഞ്ഞുപോയ നിന്നെ തിരിച്ചു ചേർക്കാൻ അല്പം ബുദ്ധിമുട്ട. യേശു അങ്ങനെ തന്നെയാ പറയുന്നത്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. പുറത്തു പോയാൽ ജീസസ്, പുറത്തു പോയാൽ വേറെ മാർഗമില്ലെന്ന് അങ്ങനെ ചിന്തിക്ക്. പുറത്തു പോയാൽ ഉണങ്ങിപ്പോകും. അതിനെ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞതല്ല, സി തോമസ് സാർ പറഞ്ഞതല്ല, നമ്മുടെ കൗൺസിൽ സെക്രട്ടറി പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. അങ്ങനെ പുറത്തു പോയതിനെ, ഉണങ്ങിപ്പോയതിനെ ആ വക ചേർത്ത് തീയിൽ ഇട്ട് കളയും. ഓ ജീസസ്. കൂട്ടായ്മ രോഗസൗഖ്യത്തിനല്ല, കൂട്ടായ്മ പ്രശ്ന പരിഹാരത്തിനല്ല, കൂട്ടായ്മ ഒരു വീസ തരപ്പെടുത്താനല്ല, കൂട്ടായ്മ ഒരു ജോലി കിട്ടാനല്ല, കൂട്ടായ്മ കൊച്ചിന്റെ കല്യാണം നടത്താനല്ല, കൂട്ടായ്മ ഫലം കായ്ക്കാനാണ്. ഫലം കായ്ക്കുവാൻ നിൽക്കുന്ന നിനക്ക് പുറത്തു പോകാൻ അനുവാദമില്ല. ഫലം കായ്ക്കുന്ന നിനക്ക് കൂട്ടായ്മ വിട്ട് ഔട്ടാകാൻ അനുവാദമില്ല. വിളി വേറെയാ, വിളി വേറെയാ, വിളി വേറെയാ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ വിളി വേറെയാ, നമ്മുടെ വിളി വേറെയാ. മനസ്സിലാകുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്കറിയാം ഇന്ന് രാത്രി മേഘം പോലെ
മേഘം പോലെ ജീസസ് ഈ രാത്രി മേഘം പോലെ ഒന്ന് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ചിലരെ അസാധാരണമായ അളവിലേക്ക് കൊണ്ടുപോകും. അത് ഒരു ദിവസത്തേക്കല്ല, അത് ഒരാഴ്ചത്തേക്കല്ല, അത് ഒരു സീസണിലേക്കല്ല, മരിക്കുന്നത് വരെ. ഓ ജീസസ്, ജീസസ്, ഞാൻ മരിക്കുന്നെങ്കിലും കൂട്ടായ്മയ്ക്കകത്തായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഞാൻ പറയും. ഞാനത് സ്ഥാപിക്കുന്നൊന്നുമില്ല, ഒരു ചിന്തയാ. ചൂരച്ചെടിയുടെ കീഴിൽ മരിക്കാൻ കിടക്കുന്ന ഏലിയാവിന് പേടിത്തൊണ്ടനായോ പരാജിതനായോ ഒക്കെയാ നമ്മൾ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി അങ്ങനല്ല. ഇസബേല് പറഞ്ഞിരിക്കുക നിന്നെ കൊല്ലും. എന്നാൽ ഏലിയാവ് പറയുക, കർത്താവേ, ഇസബേൽ എന്നെ കൊല്ലുമെന്നാ പറയുന്നത്. അവളുടെ വാളുകൊണ്ട് എനിക്ക് ചാകണ്ട, ചാകുകയാണെങ്കിൽ നീ എന്നെ കൊന്നാ മതി. അത് ധീരന്മാരുടെ സ്വഭാവം. വീരനായിരുന്നു ശൗല്. ഗിൽബോവ പർവ്വതത്തിൽ, അഭിഷേകമില്ലാത്ത പരിചയ വീണ പർവ്വതത്തിൽ അവൻ ചെന്നുപെട്ടപ്പോൾ അവന് മനസ്സിലായി ശത്രു കൊല്ലുമെന്ന്. അവൻ പറഞ്ഞു, ഞാൻ ഇവരുടെ കൈ കൊണ്ട് ചാകുന്നതിനേക്കാൾ എന്റെ വാളുകൊണ്ട് ചാകുന്നതാണ് നല്ലത്. അതാണ് വീരന്റെ മനസ്സ്. ജീസസ്, ജീസസ്. ആത്മഹത്യ ചെയ്യാനല്ല ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടന്നത്. ഭക്തൻ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഭക്തൻ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അതവന്റെ ധൈര്യമാണ്. അവൾ 24 മണിക്കൂറിന് മുൻപ് അകത്തെന്നെ കൊല്ലുന്നതിനേക്കാൾ എന്റെ ദൈവമേ, എനിക്കിഷ്ടം നീ എന്നെ കൊല്ലുന്നതാ. ജീസസ്. മരിച്ചാലും കൂട്ടായ്മയ്ക്കകത്ത് കേൾക്കുന്നവരുണ്ടോ? എനിക്കറിയാം ചില അഭിഷക്തന്മാരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അസാധാരണമായ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയായത്. ഇതൊരു സാധാരണ രാത്രിയായി അവസാനിക്കുകയല്ല. എനിക്കറിയാം ഈ തുടക്കം മുതൽ അസാധാരണമായ ചലനം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഈ രാത്രി കരയണമെങ്കിൽ കരഞ്ഞോണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചോണം, പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കണം. ഇത് യോഗത്തിന്റെ തുടക്ക ദിവസമല്ല, ഇത് യോഗത്തിന്റെ ഒടുക്ക ദിവസമാണ്. നാളെ രാത്രി നമുക്കൊരു യോഗമില്ല ഇവിടെ തീരുക. ഈ രാത്രി കണക്റ്റഡ് ആകാൻ പറ്റുമെങ്കിൽ കണക്റ്റഡ് ആയിക്കൊള്ളണം. ഫലം കായ്ക്കാൻ വേറെ ഒരു മാർഗവുമില്ല കേട്ടോ. ഫലം കായ്ക്കാൻ ഒരു മാർഗവുമില്ല. ഫലം കായ്ക്കാനുള്ള ഏക മാർഗം മുന്തിരി വള്ളിയിൽ വസിക്കുക. ആ ബന്ധത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ അപവാദങ്ങൾ രംഗത്ത് വരും. ആ ബന്ധത്തിൽ നിന്ന് നിന്നെ മുറിച്ചു കളയാൻ ഒതുക്കപ്പെടലുകൾ രംഗത്ത് വരും. ആ ബന്ധത്തിൽ നിന്ന് നിന്നെ മുറിച്ചു കളയാൻ നിനക്കെതിരെ ഇതര പ്രശ്നങ്ങൾ വരും. നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പലതിനകത്ത് നിന്നെ കൊണ്ടുചെന്ന ഉൾപ്പെടുത്തും, നിന്നെ പെടുത്തിക്കളയും. ഈ രാത്രി ഞാൻ പറയാം, സാമ്പത്തികം ചിലപ്പോൾ പരാജയപ്പെട്ടതുപോലെ തോന്നും. ആർക്കും വേണ്ടല്ലോ ദൈവമേ എന്നൊരു പക്ഷെ തോന്നും. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയി എന്ന് ചിന്തിക്കും. ഞാൻ ഇങ്ങനെയായി പോയാൽ എന്റെ ജന്മം ഇങ്ങനെയായി പോയല്ലോ എന്ന് തോന്നും. നോ നോ നോ. ഏത് പ്രതിസന്ധിക്കകത്തും നിനക്ക് വിട്ടുമാറാൻ അനുവാദം ഇല്ല. ജീസസ്, ജീസസ്. നിങ്ങൾക്ക് ഇന്ന് രാത്രി എങ്ങനെയൊക്കെ പ്രതികരിക്കണം അതൊക്കെ ചെയ്തോണം. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കുളം കലക്കുമ്പോ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും എന്നാണ് നിയമമെങ്കിൽ ചാടാനാണ് അവിടെ നിൽക്കുന്ന സകലരുടെയും വെമ്പൽ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കാൻ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഇടത്ത് മസിൽ പിടിക്കരുത്. ഈ രാത്രി ആത്മാവിൽ ചാടിക്കാണം. ആ ഗ്രൗണ്ടിൽ അവിടെ നിൽക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങ. ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങ.
ഈ രാത്രി ഫ്രണ്ട് നിരയിലുള്ള അഭിഷക്തന്മാർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാൻ ഈ രാത്രി ദൈവത്തോട് പറ, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് കണക്ഷൻ മതി. ഓ, നീണ്ട കാലഘട്ടത്തിൽ നിന്റെ പ്രാർത്ഥന അതല്ലേ, നീണ്ട കാലഘട്ടങ്ങളുടെ നിന്റെ കാത്തിരിപ്പതല്ലേ, ഒരു കണക്ഷൻ. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എനിക്ക് കണക്ഷൻ മതി. ജീസസ്, ജീസസ്, ജീസസ്. സൗഖ്യമാക്കാൻ വന്നവരുടെ പേര് ബൈബിളിൽ ഇല്ല. മകളുടെ സൗഖ്യത്തിന് പിന്നാലെ നടന്ന സ്തോത്രം ആമേൻ ആ കനാന്യ സ്ത്രീയുടെ പേര് ബൈബിളിലില്ല. അവളുടെ കൊച്ചിന്റെ പേര് ബൈബിളിലില്ല. യായിറോസിന്റെ മകളുടെ പേര് ബൈബിളിലില്ല. പക്ഷെ മാറിൽ ചാരിയിരുന്നവന്റെ പേര് പുസ്തകത്തിലുണ്ട്. സ്നേഹിച്ച ലാസറിന്റെ പേര് പുസ്തകത്തിലുണ്ട്. സൗഖ്യമാകാൻ വരുന്നവനെ സൗഖ്യമാക്കി വിടും, അത് ദൈവത്തിന്റെ ശൈലിയാ. പക്ഷെ കണക്ഷൻ ആകാൻ വരുന്നവനെ അങ്ങനെ വിടത്തില്ല. ആ കണക്ഷൻ ആകാൻ വരുന്നവനെ അങ്ങനെ വിടത്തില്ല. ആരൊക്കെ കണക്ഷനിലേക്ക് വന്നിട്ടുണ്ടോ അവരുടെ ഒക്കെ ആഗമനമായ മേഖല മാറിയിട്ടുണ്ട്. പ്രിയരേ, ഈ കൂട്ടായ്മയിൽ എത്താൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിന് രണ്ടു വശമുണ്ട്. ഒന്ന് മാനുഷിക വശമാണ്, രണ്ട് ദൈവിക വശമാണ്. അതെന്നാ പാസ്റ്റർ ഈ മാനുഷിക വശം പറയാം? അതെന്താ ഈ ദൈവിക വശം പറയാം? അതൊരു വിളിയാണ്. അതാ 1 കൊരിന്ത്യർ ലേഖനം 1-9 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം, എനിക്ക് അങ്ങനെ ഒരു വിളി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നമ്മുടെ മേലൊരു വിളിയുണ്ട്. ദൈവത്തിന്റെ ഭാഗം ക്ലിയറായി, വിളി തന്നു, കാര്യം ക്ലിയറായി. അത് ദൈവിക വശം. അവിടെ ഇനി ഒന്നും നടക്കാനില്ല. പക്ഷെ ഒരു മാനുഷിക വശമുണ്ട്. അവിടെ നമ്മൾ വിജയിച്ചാൽ ദൈവത്തിന്റെ ഭാഗം ഓക്കെയാണ്, ദൈവത്തിന്റെ ഭാഗം പെർഫെക്റ്റാണ്. പക്ഷെ നമ്മുടെ ഭാഗം കൂടെ ഓക്കെ ആയാൽ, ഓ ജീസസ്, അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ 12 വരെ നിയമിച്ചു. ദൈവിക വശം എന്നെ വിളിച്ചു, എന്റെ വശം ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പ്രസംഗം കേട്ടാൽ കൂട്ടായ്മയിൽ എത്താൻ പറ്റില്ല. ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്താൽ കൂട്ടായ്മയിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു പ്രബന്ധ അവതരണം കേട്ടാൽ കൂട്ടായ്മയിൽ എത്താൻ പറ്റില്ല. ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്താൽ കൂട്ടായ്മയിൽ എത്താൻ പറ്റില്ല. കൂട്ടായ്മയിൽ എത്താനുള്ള ഏക മാർഗം അവിടുത്തോട് കൂടെ ഇരിക്കുക. ജീസസ്. ജീസസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ കാര്യമാണ് പ്രസംഗിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. നമുക്കൊന്നും വേണ്ട, രണ്ടും വേണം, മൂന്നും വേണം. അത് നടക്കുകയല്ല. ആദ്യം ഒന്നിൽ നീ വിജയിച്ചാൽ രണ്ടും മൂന്നും ഓട്ടോമാറ്റിക്കലി നടക്കും. കർത്താവിന് ചിലരെ കൂടെ ഇരിക്കാൻ വേണം. എന്നെ കുറിച്ചറിയാൻ ഞാൻ എഴുതിയ ഒരു പുസ്തകം വായിച്ചാൽ മതി. പക്ഷെ എന്നെ അറിയണമെങ്കിൽ എന്റെ കൂടെ ഇരിക്കണം. യേശു അത് ആവശ്യപ്പെടുന്നത്, എന്റെ കൂടെ ഇരിക്കണം. പറ്റുമോ? വേറെ മാർഗമൊന്നുമില്ല കേട്ടോ, വേറെ മാർഗമൊന്നുമില്ല. ആമേൻ. CC തോമസ് സാറിന് സ്തോത്രം ആന്റിബയോട്ടിക് പോലെ ക്യാപ്സൂളുകളാക്കി ആർക്കും തരാനൊന്നും പറ്റത്തില്ല. കൂട്ടായ്മയിൽ എത്താനുള്ള ഏക മാർഗം സ്തോത്രം ഞങ്ങളിത് പ്രസംഗിക്കും. നമുക്ക് ചെയ്യാനുള്ള ഏക മാർഗം കൂടെ ഇരിക്കുക.
ഈ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യം അതൊരു ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷൻ മാത്രമല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ഈ ഫെലോഷിപ്പ്, സഹിത്വം ഉണ്ടാകാനുള്ള ഏക മാർഗം കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ശരിക്കും മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. നിന്റെ അമ്മാവിയപ്പൻ യിത്രോവും നിന്റെ ഭാര്യ സിപ്പോറയും നിന്റെ മൂത്ത മോൻ ഗർശോമും നീ നിയമിച്ച 70 മൂപ്പന്മാരും നിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു തരുന്ന ഈ യോശുവയും പിന്നെ കാലേബും പിന്നെ നിന്നെ സഹായിക്കുന്ന ഹൂരും നിന്റെ സഹോദരൻ അഹരോനും ഒക്കെ ഉള്ളിടത്ത് മോശെ എന്റെ മഹത്വം വരികയില്ല. എന്റെ മഹത്വം ഇറങ്ങി വരണമെങ്കിൽ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നീ വരണം. താഴ്വരകളെ വിട്, താഴ്വരകളെ വിട്, താഴ്വരകളെ വിട്. താഴ്വരകളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമുള്ള ഉയരമുള്ള പർവ്വതത്തിലേക്ക് കയറാൻ ശ്രമിക്കുക. അവിടെയാണ് കർത്താവ് ഇറങ്ങി വരാൻ പോകുന്നത്. വേറെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത, വേറെ ഒന്നും നിന്നെ ബുദ്ധിമുട്ടിക്കാത്ത ആ ദൈവവും നീയും മാത്രമുള്ള ഇടത്തേക്ക്. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ചിലപ്പോൾ വാക്കുകൾ കാണത്തില്ല, അവിടെ ചിലപ്പോൾ ഭാഷണം കാണത്തില്ല, അവിടെ ചിലപ്പോൾ മറ്റ് ഇതര വിഷയങ്ങളുടെ തള്ളിക്കയറ്റങ്ങൾ കാണത്തില്ല, ചിലപ്പോൾ അവിടെ സംഭാഷണമേ കാണത്തില്ല. അവിടെ നിശബ്ദത മാത്രമേ ഒരുപക്ഷെ കാണത്തുള്ളൂ, അവിടെ കണ്ണുനീര് മാത്രമേ ഒരുപക്ഷെ കാണത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കണ്ണുനീരോടെ ഇടത്തിരിക്കുന്നവരെ, വലത്തിരിക്കുന്നവരെ, മുൻപിലിരിക്കുന്നവരെ, പിൻപിലിരിക്കുന്നവരെ ഒക്കെ മറന്നിട്ട് ഈ രാത്രി അങ്ങ് ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് ഓടി കയറി സകലതും മറന്ന് ആമേ രോഗസൗഖ്യത്തിനായിട്ടല്ല, പ്രശ്ന പരിഹാരത്തിനായിട്ടല്ല, ഒരു വീഴ്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവമേ നിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞ് ഈ രാത്രി ഇരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ, ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ നീ കണക്റ്റഡ് ആയിട്ടില്ലാത്ത ഒരു മേഖലയുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോകുകയാണ്. ഇത് കൊതിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ദാഹിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ചിലർ കൂട്ടായ്മയ്ക്ക് വരുന്നേ ഉള്ളൂ, ചിലർ കൺവെൻഷന് വരുന്നേ ഉള്ളൂ. അവർക്ക് കർത്താവുമായി ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഉള്ളം തുടിക്കുന്ന ചിലരുണ്ട്. ഹൃദയ സ്പന്ദനം പോലെ, ഹൃദയത്തിന്റെ താളം പോലെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ ഈ വേദിയിലുണ്ട്, അങ്ങനെയുള്ളവർ ഈ സദസ്സിലുണ്ട്. ഇന്ന് രാത്രി പറ, വേറൊന്നും വേണ്ട, എനിക്ക് നിന്റെ കൂടെ വന്നിരിക്കണം. നിങ്ങൾ പ്രസംഗകനോട് പ്രതികരിക്കണ്ട, നിങ്ങൾ നമ്മുടെ നേതൃത്വത്തോടല്ല പ്രതികരിക്കുന്നത്, നിങ്ങൾ കർത്താവിനോടാ പ്രതികരിക്കുന്നത്. ഈ രാത്രി പറ, എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മതി. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. പക്ഷേ അങ്ങനെ കൊതിച്ചിരുന്നാൽ എന്തോ നടക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്തോ നടക്കും. ജീസസ്, ഇങ്ങനെ ദൈവം ദൈവം ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് നടക്കും? 27-ാം സങ്കീർത്തനമാണ് എന്റെ കണ്ണിനെ തുറപ്പിച്ചത്. അവിടെ എഴുതിയിരിക്കുക, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അപേക്ഷ തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തു പ്രാർത്ഥിക്കുന്നോ അതാണ് ആഗ്രഹിക്കുന്നത്. എന്താ ആഗ്രഹിച്ചത്, എന്താ പ്രാർത്ഥിച്ചത്? സങ്കീർത്തന പകരക്കാരൻ പറയുക, എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. മലയാളമാണ് മനോഹരത്വം, ഇംഗ്ലീഷ് ബൈബിൾ ഗ്ലോറി എന്ന് എഴുതിയിരിക്കുന്നത്.
എനിക്ക് ദൈവത്തിന്റെ ഗ്ലോറി കാണണം. എനിക്ക് നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് നിന്റെ ആലയത്തിൽ പാർക്കണം. പ്രാർത്ഥന അവിടെ കൊണ്ട് തീർന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അടുത്തത് ദൈവം സംസാരിക്കുക. 5-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുക, ബാക്കി കാര്യം എന്റേതാടാ മോനെ, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. അനർത്ഥ ദിവസത്തിൽ എന്റെ കൂടാരത്തിൽ ഞാൻ നിന്നെ മറയ്ക്കാം. നിന്റെ തേക്കിന്റെ കഥകും നിന്റെ ഈട്ടിയുടെ കഥകും ഗോദറേജിന്റെ നമ്പർ ലോക്കും നിന്റെ സെക്യൂരിറ്റി ക്യാമറയുമല്ല, നിന്റെ സെക്യൂരിറ്റി കർത്താവ് പറയുന്നു ഞാൻ മറയ്ക്കാം. എന്തോ ചോദിച്ചത്? ഗ്ലോറി. കർത്താവ് പറയും നീ ഗ്ലോറിയാ ചോദിച്ചത്, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ഞാൻ നിന്നെ മറയ്ക്കാം, ഞാൻ നിന്നെ മറയ്ക്കാം. ഞാൻ മറയ്ക്കുക മാത്രമല്ല, അടുത്തത് എഴുതിയിരിക്കുന്നത് സ്തോത്രം, പാറമേൽ നിന്നെ ഉയർത്താം. ഈ രാത്രി ഉയർത്താൻ ആരെയെങ്കിലും നോക്കണ്ട, ഉയർത്താൻ റെക്കമെൻഡേഷന് വേണ്ടി നടക്കണ്ട, ഉയർത്താൻ ആരുടെ പിന്നാലെ നടക്കണ്ട. ഗ്ലോറി അന്വേഷിക്കാമോ? ഒത്തിരി സഹശുശ്രൂഷകന്മാർ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹം, പക്ഷെ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, വാഗ്ദത്തമില്ലാഞ്ഞിട്ടല്ല, വെളിപ്പാടില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം ഉണ്ട്, പക്ഷെ പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ദേ അതിനുള്ള ഗോൾഡൻ കീ കേട്ടോ, ഗ്ലോറി അന്വേഷിക്കേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനപക്ഷത്ത് നിന്ന് ജനത്തോട് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരെ ദൈവത്തിന് വേണം. അങ്ങനെയുള്ളവർക്ക് ജനത്തിന്റെ മാനം ഒരു വിഷയമല്ല, അങ്ങനെയുള്ളവർക്ക് സമ്പത്ത് ഒരു വിഷയമല്ല. ജീസസ്, നീ അങ്ങനെ നിൽക്കാമോ? നീ അങ്ങനെ നിൽക്കാമോ? നിന്റെ കാര്യം ദൈവം ഏറ്റെടുക്കും, നിന്റെ കാര്യം ദൈവം ഏറ്റെടുക്കും. ഓ ജീസസ്, ഇന്ന് രാത്രി ആത്മാവിൽ ഈ വചനത്തിന് ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ രാത്രി സ്വർഗം ചിലരുടെയൊക്കെ വലങ്കരത്തിൽ പിടിക്കാൻ പോകുക. വർഷങ്ങളായി ശുശ്രൂഷ ജീവിതത്തിൽ തളച്ചിടപ്പെട്ടതുപോലെ, ഒതുക്കപ്പെട്ടതുപോലെ ആയിപ്പോയ ചിലര് ഇന്ന് രാത്രി ഒരു കൂട് പൊളിച്ച് പുറത്തിറക്കുന്നത് പോലെ ജീസസ്, പലരും എന്താണെന്ന് അറിയത്തില്ല, മുൻപിൽ നോക്കിയാൽ ഒന്നുമില്ല. ആമേൻ, മതിലുകളില്ലാത്ത ഒരു തടവറ പോലെ എവിടെയൊക്കെ ഒതുക്കപ്പെടുക. ഇന്ന് രാത്രി നിന്റെ തടവറകളെ പൊളിക്കാൻ, നിന്റെ തടവറകളെ പൊളിക്കാൻ, നിന്റെ തടവറകളെ പൊളിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതാണ് ഗ്ലോറി. Glory, 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 glory. പറ. മനോഹരത്വം മതി. നിന്നെ ഉയർത്താൻ ആരും വേണ്ട, സഹായിക്കാൻ അമ്മാച്ചൻ വേണ്ട, സഹായിക്കാൻ ഉപ്പാപ്പൻ വേണ്ട, റെക്കമെൻഡ് ചെയ്യാൻ ആരും വേണ്ട. ദൈവം പറയും ഞാൻ ഉയർത്താം. നിന്റെ ഒതുക്കാൻ 1000 പേര് കാണും, നിന്നെ ഞെരുക്കാൻ 1000 പേര് കാണും, നിന്നെ തളർത്താൻ 10,000 പേര് കാണും, പക്ഷെ എന്നെ ഉയർത്താൻ ഒരുത്തൻ മതി. അടുത്ത പദം കേട്ടോ, അപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ നടുവിൽ എന്റെ തല ഉയരും. ഫേസ്ബുക്കിൽ എഴുതിയല്ല നിന്റെ തല ഉയരേണ്ടത്, വാട്സാപ്പിൽ ഇട്ടല്ല നിന്റെ തല ഉയരേണ്ടത്, അപവാദം പറഞ്ഞല്ല നിന്റെ തല ഉയരേണ്ടത്. നിന്റെ തല ഉയരുകയാണെങ്കിൽ ഗ്ലോറി കണ്ട്
ഗ്ലോറി കണ്ട മോശക്കെതിരെ പെങ്ങൾ എഴുന്നേറ്റപ്പോ കൈകാര്യം ചെയ്തത് 70 മൂപ്പന്മാരല്ല, കർത്താവ് കൈകാര്യം ചെയ്തത്. ജീസസ്, നീ ഗ്ലോറിക്ക് വേണ്ടി വില കൊടുക്കുകയാണെങ്കിൽ നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വേറെ ആരുമല്ല, ഗ്ലോറിക്കകത്ത് ആരുണ്ടോ അവൻ കൈകാര്യം ചെയ്യും. ഈ രാത്രി സ്വർഗം ചിലരുടെ വിലാപ്പുറത്ത് തട്ടുകയാണ്. സ്വർഗം ചിലരുടെ വിലാപ്പുറത്ത് തട്ടുകയാണ്. ക്ഷീണിച്ചിരിക്കുകയാണോ? വിലാപ്പുറത്ത് തട്ടു വരുന്നുണ്ട്. മടുത്തിരിക്കുകയാണോ? വിലാപ്പുറത്ത് തട്ടു വരുന്നുണ്ട്. അതിനകത്ത് കിടക്കരുത്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിനക്ക് ദൂരയാത്ര, അഭിഷക്തന്മാരെ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇതുവരെ നിനക്ക് എങ്ങും എത്താൻ പറ്റിയില്ല, സാരമില്ല, ദൂരയാത്ര ചെയ്യാനുണ്ട്. അതിനുള്ള പകർച്ചയ ഗ്ലോറിക്കകത്തുള്ളത്. ഇതൊരു കൈവപ്പിനാലും കിട്ടുന്നതല്ല, ഇതൊരു കൃപാവര പ്രാപ്തനാലും കിട്ടുന്നതല്ല. നീയും ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് നടത്തുന്ന ആ ഇടപെടലിൽ നിന്റെ മേൽ ഇറങ്ങി വരുന്നത് ഗ്ലോറി. ഈ രാത്രി കർത്താവിനോട് പറ, എനിക്ക് മഹത്വം വേണം, എനിക്ക് മഹത്വം വേണം, എനിക്ക് മഹത്വം വേണം, എനിക്ക് മഹത്വം വേണം. കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ചിലരെ ഗ്ലോറിയുമായി കണക്ട് ചെയ്യാൻ പോകുക. ഈ രാത്രി അസാധാരണമായ കണ്ണുനീര് ദൈവത്തിന്റെ ആത്മാവി ഹാളിനകത്തേക്ക് അയക്കുകയാണ്. അസാധാരണമായ നിലവിളി ഇതിനകത്തേക്ക് ദൈവം അയക്കുകയാണ്. ഈ രാത്രി ഗ്ലോറിയുമായി കണക്ട് ആകാൻ. ചില കെട്ടുകളെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു കളയുക, ചിലതിനെ കത്തിച്ചു കളയുക. ഗ്ലോറി ഇറങ്ങുന്ന ഇടത്ത് ചിലത് കത്തുന്നത് പോലെ, ചിലത് കത്തുന്നത് പോലെ, ചിലത് കത്തുന്നത് പോലെ നിന്റെ വെളിപ്പാടിനെ കെട്ടിയ, നിന്റെ ശുശ്രൂഷയെ കെട്ടിയ, നിന്റെ അഭിഷേകത്തെ കെട്ടിയ, നിന്റെ യാത്രകളെ കെട്ടിയ ചിലതിനെ ഈ ഗ്ലോറി രാത്രി കത്തിക്കുന്നു. മോശയ്ക്ക് കൂടാരത്തിൽ കടക്കാൻ കഴിയാഞ്ഞ കാബോദ്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഗ്ലോറി, കാബോദ്. ജനാദന 96ാമത് ജനറൽ കൺവെൻഷന്റെ അവസാനത്തെ രാത്രി ചിലരുടെ മേലെ കാബോദ് ഇറങ്ങി വരികയാണ്, ചിലരുടെ മേലെ ഡോഗ്സ് ഇറങ്ങി വരികയാണ്, ചിലരുടെ മേലെ ഡോഗ്സ് ഇറങ്ങി വരികയാണ്. ഇതത്രേ മറുരൂപ മലയിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത്. എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയത്തില്ല, പക്ഷെ ആ കണക്ഷനിലേക്ക് വരുന്നവർക്ക് അത് അനുഭവിക്കുവാൻ കഴിയും. 9 പേർക്ക് കാണാൻ കഴിയാത്തത് നീ കാണും. 9 പേർക്ക് കാണാൻ കഴിയാത്തത് നീ കാണും. 9 പേർക്ക് കേൾക്കാൻ കഴിയാത്തത് നീ കേൾക്കും. ജീസസ്, അഭിഷക്തനെ ഇന്ന് രാത്രി നിന്നെ നോക്കി ദൈവാത്മാവിൽ ദൂത് പറയാ, ദൈവാത്മാവിൽ ദൂത് പറയാ. നിന്റെ അടുത്തും നിന്റെ മുൻപിലും നിന്റെ പിൻപിലും ഇരിക്കുന്ന പലർക്കും കാണാൻ കഴിയാത്തത് നിനക്ക് കാണാൻ കഴിയും, പലർക്കും കേൾക്കാൻ കഴിയാത്തത് നിനക്ക് കേൾക്കാൻ കഴിയും. ഈ രാത്രി ഗ്ലോറി റിവീൽ ആകട്ടെ. പന്തലിന്റെ പിൻവശത്ത് നിൽക്കുന്നവർ
ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇതൊരു ഗ്ലോറി ഇവിടെ രാത്രി. കർത്താവിനോട് പറ, ഞാൻ ഒത്തിരി കണ്ടതാ, ഞാൻ ഒത്തിരി കേട്ടതാ. ഇന്ന് രാത്രി എനിക്ക് ഗ്ലോറി വേണം, എനിക്ക് ഗ്ലോറി വേണം. കുഞ്ഞ്, നിന്റെ ശബ്ദത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച ഇറങ്ങാൻ പോകുക. നിന്റെ ശബ്ദത്തിന്റെ മേൽ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ പോകുക. അഭിഷേകത്തിന് നിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളുടെ ആഴത്തെ പരപ്പിന്റെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീണ്ട നാളുകളായി വചന ശുശ്രൂഷക്കകത്ത് പ്രകാശിക്കുവാൻ കഴിയാതെ, ശോഭിക്കുവാൻ കഴിയാതെ വചന വെളിപ്പാടുകളെ ഒരു ഉറവ തടയുന്നത് പോലെ തടഞ്ഞു വെച്ച ഇരുട്ടിന്റെ കെട്ടുകള് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചിട്ട് മഹത്വം 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 പ്രസംഗമല്ല വിഷയം. ഗ്ലോറി വെളിപ്പെട്ടാൽ പിന്നെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. കരയണമെങ്കിൽ കരയുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. കർത്താവിനോട് പറ, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം. മോശെ അതാ വിളിച്ചു പറഞ്ഞത്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നയിക്കരുത്. ഇന്ന് രാത്രി പറ, അപ്പാ 96ാമത് ജനറൽ കൺവെൻഷൻ തീരുന്നു. ഞാൻ കൂട്ടായ്മ കെട്ടി കഴിഞ്ഞ 6 ദിവസം കേൾക്കുക. ഇന്ന് രാത്രി എനിക്ക് കൂട്ടായ്മ വേണം. അങ്ങേ ഞാനും കൂടെ ചേർന്നിരിക്കുന്ന ഓ പുരുഷന്റെ അരയിൽ അരക്കച്ച എന്നതുപോലെ, അമ്മയുടെ മാർവിൽ കുഞ്ഞെന്നതുപോലെ, ഒരു പർവ്വതത്തിന്റെ പുറത്ത് മഞ്ഞ ഇറങ്ങി വരുന്നത് പോലെ പറയുക. സാന്നിധ്യം എനിക്കറിയാം. ഇന്ന് രാത്രി ചിലർക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ആ സാന്നിധ്യം വെളിപ്പെടുന്നു. നിൽക്കാൻ കഴിയാത്തതുപോലെ ആ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുക. നിൽക്കാൻ കഴിയാത്തതുപോലെ ചിലർക്ക് ഇതിലെ ആമേൻ ആമേൻ ചിലർക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ഈ രാത്രി ആ സാന്നിധ്യം ഇവിടെ റിലീസാകുന്നു. പ്രിയരെ, ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ഒരിടത്ത് എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായത് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിച്ചപ്പോഴാണ്.
ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 9-ാം അധ്യായത്തിൽ കണ്ട ദർശനം നമ്പർ 1 അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത്, ദർശനം നമ്പർ 2 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. ആമേൻ. ദർശനം നമ്പർ 3 നിൽക്കുന്ന ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ പ്രഭു, അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കോപം, ഇത് മൂന്നും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ 10-ാം അധ്യായത്തിലേക്ക് എത്തിയ ദാനിയേൽ ആ കാര്യം ചിന്തിച്ചു, അതിന് ശ്രദ്ധ വെച്ചു. ആ കാര്യം ചിന്തിച്ചു, അതിന് ശ്രദ്ധ വെച്ചു. എല്ലാവരും കൂടെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞ് ചിന്തിച്ചു, ശ്രദ്ധ വെച്ചു. ഒരുമിച്ച് പറഞ്ഞാട്ടെ, ചിന്തിച്ചു, ശ്രദ്ധ വെച്ചു. ഈ രാത്രി ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ കീ. ചിന്തിക്കുക, ശ്രദ്ധ വെക്കുക. അഭിഷക്തന്മാരെ, നമുക്ക് ചിന്തിക്കാൻ വേറൊന്നുമില്ല. നമുക്ക് ചിന്തിക്കാൻ മൊബൈൽ കച്ചവടമില്ല, നമുക്ക് ചിന്തിക്കാൻ കാളക്കച്ചവടമില്ല, നമുക്ക് ചിന്തിക്കാൻ വണ്ടി കച്ചവടമില്ല, നമുക്ക് ചിന്തിക്കാൻ റിയൽ എസ്റ്റേറ്റ് ഇല്ല, നമുക്ക് ചിന്തിക്കാൻ വേറൊന്നുമില്ല. ആമേൻ. ഷെയർ മാർക്കറ്റ് അല്ല നമ്മുടെ ചിന്ത. കണ്ടത് ചിന്തിച്ചു, കണ്ടതിൽ ശ്രദ്ധ വെച്ചു. ഫലം ഊഫസ് തങ്കം ധരിച്ച ഒരു പുരുഷൻ അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഈ രാത്രി ഞാൻ പറയാം, ഇതുവരെ കാണാത്ത ചിലത്. ഇതാരാന്നറിയാമോ? എന്റെ പരിമിതമായ അറിവിൽ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ മഹത്വരൂപിയായി വെളിപ്പെടുന്ന കർത്താവ് ഇറങ്ങി വന്നപ്പോൾ അത് കണ്ട മനുഷ്യൻ, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി എന്തൊക്കെയാ നടന്നതെന്ന്. ഇന്ന് രാത്രി പ്രസൻസ് വ്യാപരിച്ചാൽ നിന്റെ ഇമാജിനേഷൻസിന് അപ്പുറത്തുള്ളത്. അതിനുള്ള മാർഗം ചിന്തിക്കുക, ശ്രദ്ധ വെക്കുക. ഇന്ന് രാത്രി യോഗത്തിന്റെ ഏതാണ്ട് അവസാനത്തെ മിനിറ്റിൽ അത് മാത്രം ചിന്തിക്കേ, അത് മാത്രം ശ്രദ്ധ വെക്കേ. ഈ രാത്രി നീ കൂട്ടായ്മ കൊതിച്ചു നിൽക്കുകയാണെങ്കിൽ നീ ദൈവത്തെ തേടി അങ്ങോട്ട് പോകണ്ട, ദൈവം നിന്നെ തിരക്കി ഇങ്ങോട്ട് വരും. അബ്രഹാം ദൈവത്തെ തേടി അങ്ങോട്ട് പോയതല്ല, മമ്രയുടെ തോപ്പിലിരുന്ന അബ്രഹാമിന്റെ അടുക്കലേക്ക് ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഹോരേബിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ ദൈവത്തെ തേടി അങ്ങോട്ട് പോയതല്ല, ദൈവം മോശയെ തേടി ഇങ്ങോട്ട്. അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പലരെയും തേടി അങ്ങോട്ട് പോയി. ഈ രാത്രി ദൈവത്തോട് പറ, എനിക്ക് ആ സാന്നിധ്യം മതി. ഇത് പറയാമെങ്കിൽ നിന്നെ തിരക്ക് ദൈവം ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചേ. ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസ്ഥാനിൽ എഴുന്നേറ്റ് നിന്ന്, ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസ്ഥാനിൽ എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. വായി തുറന്നേ, വായി തുറന്നേ, ജീസസ്. വായി തുറന്നേ. കർത്താവിനോട് പറ, എനിക്ക് സാന്നിധ്യം വേണം, എനിക്ക് സാന്നിധ്യം. വായി തുറക്ക്, വായി തുറക്ക്, വായി തുറക്ക്. കർത്താവിനോട് പറ, എനിക്ക് സാന്നിധ്യം വേണം, എനിക്ക് സാന്നിധ്യം വേണം. പ്രതികരിക്ക. കർത്താവിനോട് പറ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ബ്രെഡിന് വേണ്ടി ചോദിച്ചതുപോലല്ല, വെള്ളത്തിന് വേണ്ടി ചോദിച്ചതുപോലല്ല, സാന്നിധ്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ. ദൈവഹൃദയം ചലിക്കട്ടെ. അതുപോലെ ദൈവത്തോട് ചോദിക്കാൻ, എനിക്ക് സാന്നിധ്യം വേണം. ഹല്ലേലൂയ. കരയുക, നിലവിളിക്കുക, നിലവിളിക്കുക. ഇന്ന് രാത്രി അസാധാരണമായത്. പ്രാർത്ഥിക്കുക. നിന്റെ ഇന്ന് രാത്രി സ്വർഗം മാറ്റുന്നു. നിന്റെ ഉഴൽച്ചകളെ ഇന്ന് രാത്രി സ്വർഗം മാറ്റുന്നു. നിന്റെ ഒറ്റപ്പെടലുകളെ ഇന്ന് രാത്രി സ്വർഗം മാറ്റുന്നു. നിന്റെ ഭാരങ്ങളെ ഇന്ന് രാത്രി സ്വർഗം മാറ്റുന്നു. മതി, ഉടഞ്ഞത് മതി, തകർന്നത് മതി, വേദനിച്ചത് മതി, ഒതുക്കപ്പെട്ടത് മതി. ഇത് പുറത്തു വരാനുള്ള രാത്രി, ഇത് പുറത്തു വരാനുള്ള രാത്രി, ഇത് പുറത്തു വരാനുള്ള രാത്രി, ഇത് പുറത്തു വരാനുള്ള രാത്രി. കർത്താവിനോട് സംസാരിക്കേ.
ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. പറഞ്ഞേ, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ 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 ഇന്ന് രാത്രി പാസ്റ്റർ, എനിക്ക് ആ ഗ്ലോറി വേണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കരുത്. നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾ മുന്നോട്ട് വരിക. ഈ രാത്രി മുന്നോട്ട് വരിക, ഈ രാത്രി മുന്നോട്ട് വരിക. നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇവിടെ വ്യാപരിക്കുന്ന ഒരാത്മശക്തിയുണ്ട്. ഇറങ്ങി പുറത്തോട്ട് പോകരുത്, ഓടി മുന്നോട്ട് വരിക. സഹോദരിമാർ മുന്നോട്ട് വരിക, സഹോദരന്മാർ മുന്നോട്ട് വരിക. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അഭിഷക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അഭിഷക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക. എനിക്ക് മഹത്വം എന്ന് കാണണം, എനിക്ക് മഹത്വം എന്ന് കാണണം, എനിക്ക് മഹത്വം എന്ന് കാണണം, എനിക്ക് മഹത്വം എന്ന് കാണണം, എനിക്ക് മഹത്വം എന്ന് കാണണം. വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ. ഈ രാത്രി ഇവിടെ ജനം മുന്നോട്ട് വരുമ്പോൾ തന്നെ അസാധാരണമായ രോഗസൗഖ്യങ്ങളെ ദൈവം ഇതിന്റെ നടുവിൽ പകരാൻ പോവുകയാണ്. ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് പോലെ ചില രോഗസൗഖ്യങ്ങളെ ദൈവം തന്നെ ആത്മാവ് ഇതിന്റെ നടുവിൽ അയക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം ശബ്ദമുയർത്തി കർത്താവിനോട് സംസാരിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി, അത്രത്തോളം ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് സംസാരിക്കുക. ഇത് ആരാധനയുടെ സമയം, ഇത് ആരാധനയുടെ സമയം, ഇത് ആരാധനയുടെ സമയം, ഇത് ആരാധനയുടെ സമയം. ഇത് ഗ്ലോറി വ്യാപരിക്കുന്ന സമയം, 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 ഇത് ഗ്ലോറി വ്യാപരിക്കുന്ന സമയം. ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ഇന്ന് രാത്രി കൂട്ടങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ഈ കൂട്ടങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ, ഈ കൂട്ടങ്ങളുടെ മേൽ ദൈവശക്തി, കൂട്ടങ്ങളുടെ മേൽ ദൈവശക്തി. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിനോട് സംസാരിക്കുക. എന്നെ നിറയ്ക്കുക, എന്നെ നിറയ്ക്കുക, എന്നെ നിറയ്ക്കുക. ജീസസ് രാധാബാര ഹത്തന രഗദൽ ജനാദന രഗദമനഗടകന. ദയവായി അഭിഷക്തന്മാർ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇത് നഷ്ടങ്ങളുടെ രാത്രിയല്ല, ഇത് വിടുതലിന്റെ രാത്രിയാണ്, ഇത് തകർച്ചയുടെ രാത്രിയല്ല, ഇത് ഉയർച്ചയുടെ രാത്രിയാണ്, ഇത് പരാജയത്തിന്റെ രാത്രിയല്ല, ഇതൊരു ആത്മീയ നന്മയുടെ രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവെ അസാധാരണമായ ഒരാത്മ പകർച്ച, അസാധാരണമായ ഒരാത്മ പകർച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തിയോട്, ശക്തിയോട്, ശക്തിയോട്. പിന്നെ നിൽക്കുന്നവർ വെറുതെ നിൽക്കരുത്. കരങ്ങളടിക്കുക, കരളടിക്കുക. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. നിനക്കെതിരെ നിൽക്കുന്ന മന്ത്രവാദങ്ങൾ, നിനക്കെതിരെ നിൽക്കുന്ന ആഭിചാരങ്ങൾ, നിനക്കെതിരെ നിൽക്കുന്ന ദുരാത്മശക്തികൾ, നിനക്കെതിരെ നിൽക്കുന്ന കുടിയിരിപ്പുകൾ, ഇന്ന് രാത്രി അതിനുമേൽ ദൈവത്തിന്റെ അഗ്നി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി. സ്വർഗത്തിന്റെ അസാധാരണമായ വ്യാപാരം.